കർമ്മടി എന്ന ആ കൊച്ചു ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ധൂളികൾ പറത്തിക്കൊണ്ട് ഒരു മിലിറ്ററി ജീപ്പ് വന്നു നിന്നു. ഗ്രാമത്തിലെ നിശബ്ദമായ അന്തരീക്ഷത്തെ കീറിമുറിച്ചു കൊണ്ടുവന്ന ആ വാഹനത്തിനു ചുറ്റും കൗതുകത്തോടെ കുട്ടികൾ ഓടിക്കൂടി. ജീപ്പിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയത് പട്ടാള യൂണിഫോം ഇട്ട ഒരു സ്ത്രീയായിരുന്നു. തോളിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവളുടെ പേര് മീര എന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ണിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങിപ്പോയ അതേ മീര. മീരയുടെ കണ്ണുകൾ തിരഞ്ഞത് ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ പഴയ മൺകുടിലിനെയായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ചുമരുകൾ ഇടിഞ്ഞും മേൽക്കൂരയിലെ വൈക്കോൽ ദ്രവിച്ചും നിൽക്കുന്ന ആ വീട് കണ്ടപ്പോൾ മീരയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ ഓരോ ചുവടും സാവധാനം വെച്ചു. ബൂട്ട്സുകൾ മണ്ണിൽ അമരുന്ന ശബ്ദം അവിടെ നിലനിന്നിരുന്ന നിശബ്ദതയെ ഭേദിച്ചു. ഓരോ ചുവടിലും അവളുടെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ഓരോ കാഴ്ചയും അവൾക്ക് പരിചിതമായിരുന്നു. വഴിയിലുള്ള ആൽമരവും പണ്ട് മാധവനോടൊപ്പം നടന്നിരുന്ന ഇടവഴികളും ഒരൊറ്റ മാറ്റമില്ലാതെ അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ പഴയ മീര മാത്രം മാറിപ്പോയിരിക്കുന്നു. അന്ന് അവളുടെ കൈകളിൽ പുസ്തകങ്ങളായിരുന്നു, ഇന്ന് അധികാരത്തിന്റെ ചിഹ്നങ്ങളായ നക്ഷത്രങ്ങൾ. അന്ന് അവളുടെ കണ്ണുകളിൽ ലോകം കീഴടക്കാനുള്ള ആവേശമായിരുന്നു, ഇന്ന് അത് കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുടിലിന് സമീപത്തെത്തിയപ്പോൾ അവൾ ഒന്നു നിന്നു. അവിടെ മുറ്റത്ത് ഒരു പഴയ കസേരയിലിരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കുന്ന മാധവനെ അവൾ കണ്ടു. അവന്റെ വസ്ത്രങ്ങൾ പഴയതായിരുന്നു. മുഖത്ത് വാർദ്ധക്യത്തിന്റെയോ അല്ലെങ്കിൽ ഏകാന്തതയുടെയോ നിഴലുകൾ പടർന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ക്രൂരമായി ഉപേക്ഷിച്ചു പോയ ആ മനുഷ്യൻ ഇന്നും ആ പഴയ കുടിലിൽ തന്നെ കഴിയുന്നു എന്ന സത്യം മീരയെ വല്ലാതെ നോവിച്ചു. താൻ ജീപ്പിൽ വന്നിറങ്ങുന്നത് കണ്ട് ഗ്രാമവാസികൾ തമ്മിൽ അടക്കം പറയുന്നത് മീര ശ്രദ്ധിച്ചു. ഇത് നമ്മുടെ മീരയല്ലേ, അവൾ വലിയ ഓഫീസറായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ചിലർ അത്ഭുതപ്പെട്ടു. എന്നാൽ ആ പദവികളോ ബഹുമാനമോ ഒന്നും മീരയ്ക്ക് ഇപ്പോൾ സന്തോഷം നൽകുന്നില്ലായിരുന്നു. തന്റെ വിജയത്തിന് പിന്നിൽ രാപ്പകൽ കഷ്ടപ്പെട്ട മാധവനെ താൻ പദവി കിട്ടിയപ്പോൾ തള്ളിക്കളഞ്ഞത് എത്ര വലിയ ക്രൂരതയായിരുന്നു എന്ന് അവൾ ഓരോ നിമിഷവും ഓർത്തു. കുടിലിന്റെ വാതിൽക്കൽ മീര എത്തിയപ്പോൾ മാധവൻ സാവധാനം തല ഉയർത്തി നോക്കി. അവന്റെ കണ്ണുകളിൽ അത്ഭുതമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് കടൽ പോലെ ശാന്തമായ ഒരു ഭാവമായിരുന്നു അത്. ആ ശാന്തത മീരയെ കൂടുതൽ ഭയപ്പെടുത്തി. താൻ ആഗ്രഹിച്ച ഉയരങ്ങളിൽ എത്തിയെങ്കിലും ആ പഴയ മൺകുടിലിന് മുന്നിൽ നിൽക്കുമ്പോൾ താൻ എത്രത്തോളം ചെറുതാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ആ പട്ടാള യൂണിഫോമിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. മീരയുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര നടത്തുകയായിരുന്നു. ഇന്നത്തെ ഈ ഗാംഭീര്യമുള്ള യൂണിഫോമിനും പദവിക്കുമപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് അവൾ നടന്നു കയറിയ ആ മൺവഴികൾക്ക് സ്നേഹത്തിന്റെ മണമായിരുന്നു. അന്ന് അവൾ വെറും ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. ദാരിദ്ര്യം അവളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എപ്പോഴും നിഴൽ വീഴ്ത്തിയിരുന്നുവെങ്കിലും മീരയുടെ ഉള്ളിൽ കത്തിയിരുന്ന ഒരു കനലുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുക, ഒരു ഓഫീസറായി രാജ്യത്തെ സേവിക്കുക എന്നത്. അക്കാലത്ത് കർമ്മടി പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. അടുക്കള പണികളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ് തങ്ങളെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരായ ഒരു സമൂഹത്തിനിടയിൽ ആകാശത്തോളം ഉയരമുള്ള മീരയുടെ സ്വപ്നത്തെ എല്ലാവരും പരിഹാസത്തോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ മാധവൻ അങ്ങനെയല്ലായിരുന്നു. അവൻ മീരയുടെ ജീവിതത്തിലേക്ക് വന്നത് വെറും ഒരു ഭർത്താവായിട്ടല്ല, മറിച്ച് അവളുടെ ചിറകുകൾക്ക് കരുത്തു പകരുന്ന കാറ്റായിട്ടായിരുന്നു. മാധവൻ ഒരു സാധാരണ കർഷകനായിരുന്നു. പുലർച്ചെ മുതൽ അസ്തമയം വരെ പാടത്ത് പണിയെടുത്താൽ കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു അവന്റെ ആകെയുള്ള സമ്പാദ്യം. പക്ഷേ മീരയുടെ കണ്ണുകളിലെ ആ തിളക്കം അവൻ തിരിച്ചറിഞ്ഞു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ അവൻ അവൾക്ക് ഒരു വാക്കു നൽകി. മീര, നിന്റെ പഠനം മുടങ്ങരുത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നീ ഒരു ഓഫീസറായി കാണുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ വാക്കുകൾ മീരയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. പിന്നീടുള്ള നാളുകൾ കഠിനമായ പോരാട്ടത്തിൻ്റെതായിരുന്നു. പകലന്തിയോളം മണ്ണിൽ പണിയെടുത്ത് തളർന്നു വരുന്ന മാധവൻ ഒരിക്കൽ പോലും വിശ്രമിക്കാൻ തയ്യാറായില്ല. മീര രാത്രിയിരുന്ന് പഠിക്കുമ്പോൾ അവൾക്ക് കൂട്ടായി മാധവൻ ഉറക്കമൊഴിച്ചിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ പുസ്തകങ്ങൾ മറിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ ഉറക്കമകറ്റാൻ അവൻ കടുപ്പത്തിൽ ചായയിട്ട് കൊടുക്കുമായിരുന്നു. തന്റെ തുച്ഛമായ സമ്പാദ്യത്തിൽ നിന്ന് 1 രൂപ പോലും സ്വന്തം ആവശ്യത്തിനായി അവൻ ചിലവാക്കിയില്ല. കീറിയ ഷർട്ട് തുന്നിക്കെട്ടി ധരിച്ചും
സ്വന്തം വിശപ്പ് സഹിച്ചും അവൻ കണ്ടെത്തുന്ന ഓരോ പൈസയും മീരയുടെ പുതിയ പുസ്തകങ്ങൾക്കും കോച്ചിങ് ഫീസിനുമായി അവൻ മാറ്റിവെച്ചു. ഗ്രാമത്തിലെ പലരും മാധവനെ കളിയാക്കുമായിരുന്നു. മാധവ, പെണ്ണിനെ ഇത്രയധികം പഠിപ്പിച്ചിട്ട് എന്തിനാണ്? നാളെ അവൾ വലിയ നിലയിലെത്തിയാൽ നിന്നെ നോക്കുമോ എന്ന് അവർ ചോദിച്ചപ്പോൾ മാധവൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, അവൾ എൻ്റെ ഭാര്യ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ അഭിമാനമാകാൻ പോകുന്നവളാണ്. അവളുടെ വിജയം തന്നെയാണ് എൻ്റെയും വിജയം. അത്രമേൽ പരിശുദ്ധവും നിസ്വാർത്ഥവുമായിരുന്നു അവൻ്റെ സ്നേഹം. പലപ്പോഴും മീര തളർന്നു പോകുമായിരുന്നു. ആർമി സെലക്ഷൻ പരീക്ഷകളിൽ പരാജയപ്പെട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. നമുക്ക് ഇത് നിർത്താം മാധവ, ഞാൻ തോറ്റുപോയി, ഇനിയും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ എന്ന് അവൾ പറഞ്ഞപ്പോൾ മാധവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അവൻ പറഞ്ഞു, തോൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്നത് നീ മറന്നു. നീ തോറ്റാൽ തോൽക്കുന്നത് നിന്റെ സ്വപ്നം മാത്രമല്ല, എൻ്റെ വിശ്വാസം കൂടിയാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട് അവസാന നിമിഷം വരെ. അവൻ്റെ ആ വാക്കുകളായിരുന്നു മീരയുടെ ഏക ഊർജം. ആ പഴയ മൺകുടിലിന്റെ വരാന്തയിലിരുന്ന് അവർ നക്ഷത്രങ്ങളെ നോക്കി സ്വപ്നം കാണുമായിരുന്നു. യൂണിഫോം ഇട്ട് മീര സല്യൂട്ട് സ്വീകരിക്കുന്നത് മാധവൻ കണ്ണുകളടച്ച് വിഭാവനം ചെയ്യുമായിരുന്നു. മീരയുടെ ഓരോ ചെറിയ മുന്നേറ്റവും മാധവനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമായിരുന്നു. അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവൻ സ്വന്തം ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചുമൂടി. സ്നേഹം എന്നത് വെറും വാക്കുകളല്ലെന്നും അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഒന്നാണെന്നും മാധവൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. അന്ന് ആ കുടിലിനുള്ളിൽ വലിയ സാമ്പത്തിക ഭദ്രതയോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ സ്നേഹത്തിനും പരസ്പര ബഹുമാനത്തിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. മാധവൻ അവൾക്ക് നൽകിയത് വെറും പിന്തുണയല്ല, മറിച്ച് അവൻ്റെ ജീവിതം തന്നെയായിരുന്നു. ആ കാലമായിരുന്നു മീരയുടെ ജീവിതത്തിലെ ഏറ്റവും നിർമ്മലവും സുന്ദരവുമായ നാളുകൾ എന്ന് ഇന്ന് അവൾ വേദനയോടെ തിരിച്ചറിയുന്നു. പദവികളും അധികാരവും ലഭിച്ചപ്പോൾ താൻ മറന്നുപോയത് തന്നെ ഈ നിലയിലെത്തിക്കാൻ സ്വന്തം ജീവിതം ഹോമിച്ച ആ വലിയ മനുഷ്യനെയാണ്. ഓർമ്മകളുടെ ആ കടലാഴങ്ങളിൽ മീരയുടെ മനസ്സ് നീറിപ്പുകഞ്ഞു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും മാധവന്റെ നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾക്കുമൊടുവിൽ ആ സുദിനം വന്നണഞ്ഞു. മീര ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസറായി നിയമിതയായി. ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായി യൂണിഫോമിട്ട് മടങ്ങി വന്ന മീരയെ സ്വീകരിക്കാൻ മാധവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. തോളിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളുമായി നടന്നു വരുന്ന തൻ്റെ പ്രിയതമയെ കണ്ടപ്പോൾ മാധവന്റെ കണ്ണുകൾ അഭിമാനം കൊണ്ട് നിറഞ്ഞു. തൻ്റെ ജീവിതം ധന്യമായ നിമിഷമായിരുന്നു അത്. എന്നാൽ ആ നക്ഷത്രങ്ങളുടെ തിളക്കത്തിൽ മീരയുടെ ഉള്ളിലെ പഴയ ഗ്രാമീണ പെൺകുട്ടി പതുക്കെ മാഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞില്ല. മീരയ്ക്ക് നഗരത്തിലെ ഒരു വലിയ ആർമി ക്യാമ്പിലായിരുന്നു ആദ്യ നിയമനം ലഭിച്ചത്. അതോടൊപ്പം താമസിക്കാൻ വലിയൊരു ഔദ്യോഗിക വസതിയും സഹായിക്കാൻ ജോലിക്കാരെയും ലഭിച്ചു. മാധവനും അവളോടൊപ്പം ആ പുതിയ ലോകത്തേക്ക് താമസം മാറി. തുടക്കത്തിൽ എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. എന്നാൽ ആഡംബരങ്ങളുടെയും പദവിയുടെയും ലോകത്തേക്ക് കാലെടുത്തു വെച്ച മീരയുടെ ഉള്ളിൽ അറിയാതെ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. അവൾ കാണുന്ന ലോകം മാറുകയായിരുന്നു. ഒപ്പം അവളുടെ ചിന്താഗതികളും. സൈനിക വൃത്തങ്ങളിലെ ഉന്നതതല പാർട്ടികളും മീറ്റിങ്ങുകളുമായിരുന്നു മീരയുടെ പുതിയ ലോകം. അവിടെയുള്ളവരെല്ലാം വലിയ വിദ്യാഭ്യാസമുള്ളവരും ആധുനികമായ ജീവിത രീതി പിന്തുടരുന്നവരുമായിരുന്നു. തൻ്റെ സഹപ്രവർത്തകർക്കും അവരുടെ പങ്കാളികൾക്കും മുന്നിൽ മാധവനെ പരിചയപ്പെടുത്താൻ മീരയ്ക്ക് സാവധാനം ഒരു വിമുഖത തോന്നിത്തുടങ്ങി. മാധവന്റെ ലളിതമായ വസ്ത്രധാരണവും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും അവന്റെ തനി നാടൻ സംസാര ശൈലിയും മീരയ്ക്ക് ഒരു കുറവായി അനുഭവപ്പെട്ടു. ഒരിക്കൽ മീരയുടെ സീനിയർ ഓഫീസർമാർ അവളുടെ വസതിയിൽ ഒരു ചായ സൽക്കാരത്തിനായി എത്തിയിരുന്നു. എല്ലാവരും ഇംഗ്ലീഷിലും ഗൗരവമായ വിഷയങ്ങളിലും മുഴുകിയിരിക്കുമ്പോൾ മാധവൻ അവിടേക്ക് കടന്നു വന്നു. ഒരു സാധാരണ മുണ്ടും ഷർട്ടും ധരിച്ച മാധവൻ മീരയുടെ അടുത്ത് ചെന്ന് തൻ്റെ നാടൻ ശൈലിയിൽ എന്തോ ഒരു കാര്യം ചോദിച്ചു. നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു നിശബ്ദത പടർന്നു. മീരയുടെ മുഖം വിളറി. തൻ്റെ സഹപ്രവർത്തകർ പരിഹാസത്തോടെ മാധവനെ നോക്കുന്നുണ്ടോ എന്ന് അവൾ ഭയപ്പെട്ടു. അതിഥികൾ പോയി കഴിഞ്ഞ ഉടനെ മീരയുടെ ഉള്ളിലെ നിയന്ത്രണം വിട്ടു. അവൾ മാധവന്റെ നേരെ ആക്രോശിച്ചു. നിനക്ക് എന്തിൻ്റെ കുറവാണ് ഞാൻ ഇവിടെ നൽകുന്നത്? പക്ഷേ ഈ നാടൻ രീതികൾ മാറ്റാൻ നിനക്ക് കഴിയില്ലേ? എൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന രീതിയിലല്ല നിന്റെ പെരുമാറ്റം. എൻ്റെ ഓഫീസർമാർക്ക് മുന്നിൽ നീ എന്നെ ഓരോ ദിവസവും നാണം കെടുത്തുകയാണ്. നിന്റെ ഈ വേഷവും രീതിയും മാറ്റാൻ പറ്റില്ലെങ്കിൽ നീ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കണം. എൻ്റെ മുന്നിൽ വരരുത്. മാധവൻ ഞെട്ടിപ്പോയി. താൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വലിയ നിലയിലെത്തിച്ച തൻ്റെ മീരയാണോ ഇത് എന്ന് അവൻ അത്ഭുതപ്പെട്ടു.
അവന്റെ ഹൃദയം നുറുങ്ങി. അവൻ ശാന്തമായി ചോദിച്ചു, മീര, ഞാൻ ഈ വസ്ത്രം ധരിച്ചാണ് നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ചത്. അന്ന് ഈ നാടൻ രീതികളൊന്നും നിനക്കൊരു കുറവായിരുന്നില്ലല്ലോ. ഇന്ന് പദവി വന്നപ്പോൾ ഞാൻ നിനക്ക് അപമാനമായോ? എന്നാൽ അധികാരത്തിന്റെ ലഹരി മീരയെ അന്ധയാക്കിയിരുന്നു. അവൾ ക്രൂരമായി മറുപടി നൽകി, അന്ന് ഞാൻ വെറും ഒരു മീരയായിരുന്നു, ഇന്ന് ഞാൻ ഒരു മേജറാണ്. നിനക്ക് എന്റെ പദവിക്കൊപ്പം ഉയരാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. സ്നേഹം മാത്രം കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല മാധവ. ആ വാക്കുകൾ മാധവന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി. സ്നേഹത്തേക്കാൾ പദവിക്ക് വില നൽകുന്നവളായി തന്റെ മീര മാറിയിരിക്കുന്നു എന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. പദവി ലഭിച്ചപ്പോൾ അവൾക്ക് അവന്റെ സാന്നിധ്യം ഒരു ഭാരമായി തോന്നി തുടങ്ങിയിരിക്കുന്നു. പിന്നീട് വന്ന ദിവസങ്ങളിൽ മീര അവനെ അവഗണിക്കാനും അന്യനെ പോലെ കാണാനും തുടങ്ങി. ജോലിക്കാരോട് സംസാരിക്കുന്ന ലാഘവത്തോടെയാണ് അവൾ അവനോട് സംസാരിച്ചിരുന്നത്. മാധവൻ ആ വലിയ വീട്ടിൽ തനിച്ചായി. പണ്ട് ആ കൊച്ചുകുടിലിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ അവർ പങ്കുവച്ച സ്വപ്നങ്ങളും സ്നേഹവും ഇത്ര വേഗം മണ്ണടിഞ്ഞു പോയല്ലോ എന്നോർത്ത് അവൻ വിതുമ്പി. സ്നേഹമില്ലാത്ത ഒരിടത്ത് ആത്മാഭിമാനം പണയപ്പെടുത്തി കഴിയാൻ അവന് സാധിക്കില്ലായിരുന്നു. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ ഒരു സായാഹ്നത്തിൽ മാധവൻ തന്റെ തീരുമാനമെടുത്തു. അവൻ തന്റെ പഴയ തുണിസഞ്ചിയിൽ കുറച്ച് വസ്ത്രങ്ങളെടുത്ത് മീരയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, മീര, നിനക്ക് നിന്റെ പദവിയും അന്തസ്സും വലുതാണ്, എനിക്ക് എന്റെ ആത്മാഭിമാനവും. നിനക്ക് ഇനി എന്നെ ഓർത്ത് ലജ്ജിക്കേണ്ടി വരില്ല. നിന്റെ സ്വപ്നങ്ങളിലേക്ക് നീ നടന്നു കയറിക്കോളൂ, ഞാൻ പോകുന്നു. മീര അവനെ തടഞ്ഞില്ല. മറിച്ച് തന്റെ കരിയറിന് തടസ്സമായ ഒരു ബാധ്യത ഒഴിയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ മാധവൻ ആ പടിയിറങ്ങി. അധികാരത്തിന്റെ ലഹരിയിൽ മീര അന്ന് അറിഞ്ഞില്ല തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യത്തെയാണ് താൻ അവഗണിച്ചു കളഞ്ഞതെന്ന്. നഗരത്തിലെ ആഡംബര വസതിയിൽ മീര തനിച്ചായി. അവൾക്ക് ചുറ്റും അധികാരവും പദവിയും ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയത്തിൽ തൊടാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ വേർപിരിയലോടെ മീരയുടെയും മാധവന്റെയും ജീവിതം രണ്ടു വഴികളിലേക്ക് തിരിഞ്ഞു. മാധവൻ ആ വലിയ വീടിന്റെ പടിയിറങ്ങിയപ്പോൾ മീരക്ക് തോന്നിയത് ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയ ആശ്വാസമായിരുന്നു. തന്റെ പുതിയ ആധുനിക ജീവിതത്തിനും കരിയറിലെ വളർച്ചയ്ക്കും തടസ്സമായി നിന്നിരുന്ന ഒരു നാടൻ ബാധ്യത അവസാനിച്ചുവെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. അധികാരത്തിന്റെ ലഹരിയിൽ അവൾ തന്റെ ജോലിയും പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ആഘോഷമാക്കി. നഗരത്തിലെ ഉന്നത സദസ്സുകളിൽ അവൾ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി മാറി. പക്ഷേ ഓരോ ആഘോഷങ്ങൾ കഴിയുമ്പോഴും തന്റെ വലിയ ഔദ്യോഗിക വസതിയിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ നിലനിന്നിരുന്ന നിശബ്ദത അവളെ സാവധാനം ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. പണ്ട് പരീക്ഷകളിൽ പരാജയപ്പെട്ട് തളർന്നു വരുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്ന ആ കൈകൾ ഇന്നില്ല. രാത്രി വൈകുവോളം ഫയലുകൾ നോക്കിയിരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ ചായയുമായി വരാൻ ആരുമില്ല. പദവികൾ കൂടുന്തോറും അവളെ തേടിവരുന്നവരെല്ലാം അവളുടെ അധികാരത്തെയും റാങ്കിനെയുമാണ് സ്നേഹിച്ചതെന്ന് അവൾ സാവധാനം മനസ്സിലാക്കി. സ്നേഹത്തിന് പകരമായി അധികാരവും പണവും നൽകാൻ കഴിയാത്ത ഒരിടത്ത് അവൾ വല്ലാതെ തനിച്ചായി. മാധവൻ നൽകിയിരുന്ന സ്നേഹം എത്രത്തോളം വലുതായിരുന്നുവെന്ന് അവളുടെ മനസ്സ് ചിലപ്പോഴൊക്കെ മന്ത്രിച്ചെങ്കിലും അഹങ്കാരം അത് സമ്മതിച്ചു കൊടുത്തില്ല. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ഔദ്യോഗിക യാത്രയുടെ ഭാഗമായി മീര തന്റെ പഴയ യൂണിറ്റിലെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ആ സുഹൃത്ത് മാധവനെ കുറിച്ച് ചോദിച്ചു. മീര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അയാൾ പറഞ്ഞ കാര്യങ്ങൾ മീരയെ ഞെട്ടിക്കുന്നതായിരുന്നു. വിരഹത്തിന് ശേഷം മാധവൻ നേരിട്ട കഠിനമായ ജീവിതത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. വിവാഹമോചനത്തിന് ശേഷം മാധവൻ തന്റെ പഴയ ഗ്രാമത്തിലേക്ക് മടങ്ങിയെങ്കിലും അവിടെ അവന്റെ ജീവിതം നരകതുല്യമായിരുന്നു. മീരയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിരുന്ന ഗ്രാമത്തിലെ ചില രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ മാധവനെ ലക്ഷ്യം വെച്ചു. ഒരിക്കൽ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കള്ളക്കേസിൽ മാധവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോക്കപ്പിൽ വെച്ച് പോലീസുകാർ അവനെ ക്രൂരമായി മർദ്ദിച്ചു. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാധവന്റെ ദയനീയാവസ്ഥ കണ്ട് അവനോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഒരു വലിയ ആർമി ഓഫീസറാണെന്ന് ഞങ്ങൾക്കറിയാം. അവരെ ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു കത്തെങ്കിലും എഴുതിത്താ. നിന്നെ ഞങ്ങൾ ഇപ്പോൾ വിടാം. രക്തമൊലിക്കുന്ന മുറിവുകളുമായി വേദനയിൽ പുളയുമ്പോഴും മാധവൻ നൽകിയ മറുപടി മീരയുടെ ആത്മാവിനെ പിടിച്ചുലക്കുന്നതായിരുന്നു. അവൻ പറഞ്ഞു, അവൾ ഇപ്പോൾ എന്റെ ഭാര്യയല്ല, ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു മേജറാണവൾ. എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവളുടെ പേരോ പദവിയോ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ ഈ സത്യങ്ങൾ അറിയുക പോലും ചെയ്യരുത്.
എന്നെ ശിക്ഷിച്ചോളൂ, പക്ഷേ അവളുടെ അന്തസ്സിന് ഒരു കോട്ടവും തട്ടരുത്. ആഴ്ചകളോളം നീതിക്കായി മാധവൻ ജയിലിൽ കിടന്നു. ഒടുവിൽ സത്യം തെളിഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങി. പക്ഷേ മീരയോട് ഒരു സഹായം ചോദിക്കാനോ തന്റെ അവസ്ഥ അറിയിക്കാനോ അവൻ തയ്യാറായില്ല. മീരയുടെ ഓരോ സ്ഥാനക്കയറ്റവും പത്രങ്ങളിൽ വരുമ്പോൾ അത് വെട്ടി സൂക്ഷിച്ചു വെക്കുന്നതായിരുന്നു മാധവന്റെ ഏക ആശ്വാസം. താൻ നിലവാരമില്ലാത്തവൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് പുറത്താക്കിയ ആ മനുഷ്യൻ തന്റെ പദവി സംരക്ഷിക്കാൻ സ്വന്തം ശരീരം പോലും പണയപ്പെടുത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് മീരയെ തകർത്തു കളഞ്ഞു. താൻ നേടിയ നക്ഷത്രങ്ങളെക്കാൾ തിളക്കം മാധവന്റെ ആത്മാഭിമാനത്തിനുണ്ടെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. അധികാരത്തിന്റെ ലഹരിയിൽ താൻ അന്ധയായി പോയെന്നും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ രൂപത്തെയാണ് താൻ ചവിട്ടിമെതിച്ചതെന്നും അവൾക്ക് മനസ്സിലായി. നഗരത്തിലെ ആഡംബരങ്ങൾക്കിടയിൽ താൻ അനുഭവിച്ച സന്തോഷമെല്ലാം പൊള്ളയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാധവൻ എന്ന കർഷകൻ അന്ന് തനിക്ക് നൽകിയത് വെറും പിന്തുണയല്ല, മറിച്ച് അവന്റെ ആയുസ്സും ആരോഗ്യവും അഭിമാനവുമാണെന്ന് അവൾ വൈകിയാണ് അറിഞ്ഞത്. ആ രാത്രി മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മാധവന്റെ ആ ശാന്തമായ മുഖം അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു. താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. തന്റെ കയ്യിലുള്ള പണവും പദവിയും കൊണ്ട് മാധവന് നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും അവന്റെ കാൽക്കൽ വീണ് കരയാൻ അവൾ ആഗ്രഹിച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ അവൾ തന്റെ ഔദ്യോഗിക വാഹനവുമായി കർമ്മടി ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അത് വെറുമൊരു യാത്രയല്ലായിരുന്നു, തന്റെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു പ്രായശ്ചിത്തമായിരുന്നു അത്. നഗരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അവൾ ആ പഴയ മൺകുടിൽ ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തിരിച്ചറിവായിരുന്നു. കർമ്മടി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ മീരയുടെ പട്ടാള ജീപ്പ് വന്നു നിന്നപ്പോൾ ഗ്രാമവാസികൾക്കിടയിൽ വലിയൊരു നിശബ്ദത പടർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ മണ്ണിൽ നിന്നും പടിയിറങ്ങിപ്പോയ മീര ഇന്ന് മേജർ മീരയായി തിരിച്ചെത്തിയിരിക്കുന്നു. മീര ജീപ്പിൽ നിന്നിറങ്ങി സാവധാനം തന്റെ പഴയ കുടിൽ ലക്ഷ്യമാക്കി നടന്നു. ഓരോ ചുവടിലും അവളുടെ ഹൃദയമിടിപ്പ് ഏറിക്കൊണ്ടിരുന്നു. അവൾ തിരഞ്ഞത് ആ പഴയ മൺകുടിലിനെയായിരുന്നു. കുടിലിന്റെ പരിസരത്ത് എത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച അവളുടെ ഉള്ളുലച്ചു. ഇത്രയും വർഷമായിട്ടും ആ വീടിന് ഒരു മാറ്റവുമില്ല, മറിച്ച് അത് കൂടുതൽ ദ്രവിച്ചു പോയിരിക്കുന്നു. ചുമരിലെ മണ്ണ് അടർന്നു വീണിരിക്കുന്നു. മേൽക്കൂരയിലെ വൈക്കോലുകൾ കാറ്റിൽ പറന്നു പോയിരിക്കുന്നു. മുറ്റത്ത് ഒരു മൺകുടത്തിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന മാധവൻ ജീപ്പിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. മീരയെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് വലിയ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അത്ഭുതമോ ആവേശമോ ദേഷ്യമോ ആ കണ്ണുകളെ നിഴലിച്ചില്ല. വർഷങ്ങൾക്കിപ്പുറം തന്റെ ജീവിതത്തിൽ നിന്നും നടന്നുപോയ ഒരാളെ കാണുന്ന അതേ നിസ്സംഗതയോടെ അവൻ അവളെ നോക്കി. മാധവ, മീരയുടെ ശബ്ദമിടറി. യൂണിഫോമിലെ ആ നക്ഷത്രങ്ങളുടെ ഗാംഭീര്യമൊന്നും ഇപ്പോൾ അവളുടെ വാക്കുകളിൽ ഇല്ലായിരുന്നു. മാധവൻ സാവധാനം അവളുടെ അടുത്തേക്ക് വന്നു. മേജർ മീര, എന്തുപറ്റി? ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ? അവന്റെ ചോദ്യത്തിലെ മേജർ മീര എന്ന സംബോധന അവളുടെ ഉള്ളിൽ ഒരു മുള്ളുപോലെ തറച്ചു. താൻ പദവിക്ക് നൽകിയ അമിത പ്രാധാന്യം അവനും അവൾക്കുമിടയിൽ ഒരു വലിയ മതിൽ തീർത്തിരിക്കുന്നു എന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് മാപ്പ് തരണം മാധവ. അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ അതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. നിന്റെ ത്യാഗവും സ്നേഹവും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൾ വിറക്കുന്ന കൈകളോടെ മാധവന്റെ കൈകളിൽ പിടിക്കാൻ ആഞ്ഞു. പക്ഷേ മാധവൻ സാവധാനം പുറകോട്ട് മാറി. ആ സ്പർശനം പോലും അവൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. മീര, മാപ്പ് എന്ന വാക്കിന് ഇവിടെ പ്രസക്തിയില്ല. മാധവൻ ശാന്തനായി പറഞ്ഞു. നീ നിന്റെ സ്വപ്നങ്ങളിലേക്ക് പോയി, ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും. നീ ആഗ്രഹിച്ച ഉയരങ്ങളിൽ നീ എത്തിയില്ലേ? അത് കാണുന്നതാണ് എനിക്ക് സന്തോഷം. അതിനപ്പുറം മറ്റൊരു ബന്ധവും ഇനി നമുക്കിടയിൽ ബാക്കിയില്ല. ഇല്ല മാധവ, മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ ഉയരങ്ങളിലൊന്നും സമാധാനമില്ല. നീ എനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ആ പോലീസ് സ്റ്റേഷനിൽ നീ എനിക്ക് വേണ്ടി സഹിച്ച വേദനകൾ, എന്തിന് നീ അതൊക്കെ എന്നിൽ നിന്നും മറച്ചുവെച്ചു? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടി വരുമായിരുന്നില്ലേ? മാധവൻ ലഘുവായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വലിയൊരു വേദനയുണ്ടായിരുന്നു. നീ ഓടി വരുമായിരിക്കും, പക്ഷേ അന്ന് നീ എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ ലോകം പറയുമായിരുന്നത് ആ പാവം കർഷകനെ അവന്റെ ഓഫീസർ ഭാര്യ സ്വാധീനം ഉപയോഗിച്ച് രക്ഷിച്ചു എന്നാണ്. എനിക്ക് നിന്റെ കരുണയല്ല വേണ്ടത് മീര. നീ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നത് എൻ്റെ ആത്മാഭിമാനം മാത്രമാണ്. അത് പണയപ്പെടുത്തി നിന്റെ സഹായം സ്വീകരിച്ചിരുന്നെങ്കിൽ
ഇന്ന് എനിക്ക് നിന്റെ കണ്ണുകളിൽ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ സഹിച്ച വേദനകൾ എൻ്റെ സ്നേഹത്തിൻ്റെ വിലയായിരുന്നു. അത് നിന്റെ പദവി കൊണ്ട് അളക്കാൻ എനിക്ക് കഴിയില്ല. മീര തൻ്റെ ബാഗിൽ നിന്നും ഒരു ചെക്ക് ബുക്ക് എടുത്തു. നിനക്ക് വേണ്ടി ഞാൻ ഒരു വലിയ വീട് വെച്ചു തരാം മാധവ. ഈ ഗ്രാമത്തിൽ നിനക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്യാം. നിന്റെ ശിഷ്ടകാലമെങ്കിലും സന്തോഷമായിരിക്കണം. ഇത് എൻ്റെ പ്രായശ്ചിത്തമാണ്. മാധവൻ ആ ചെക്ക് ബുക്കിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൻ തൻ്റെ കുടിലിന്റെ തകർന്ന ചുമരിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഈ കുടിലിനുള്ളിൽ എനിക്ക് ലഭിക്കുന്ന സമാധാനം നിന്റെ ആഡംബര വീട്ടിൽ എനിക്ക് ലഭിക്കില്ല. ദാരിദ്ര്യം എന്നെ തളർത്തിയിട്ടില്ല മീര, പക്ഷേ അന്തസ്സില്ലാത്ത ജീവിതം എന്നെ തളർത്തും. നീ തരുന്ന പണം എൻ്റെ സ്നേഹത്തിന് നീ നൽകുന്ന വിലയാണെങ്കിൽ എനിക്ക് ആ സ്നേഹം അത്രയും വില കുറഞ്ഞതായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും. നിന്റെ റാങ്കും അധികാരവും ഈ കുടിലിന് പുറത്ത് നിർത്തിയിട്ട് വരിക. ഇതിനുള്ളിൽ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. അത് നീ പണ്ടേ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. മീരക്ക് ഒന്നും പറയാനായില്ല. അധികാരവും പദവിയും കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്ന് വിചാരിച്ച അവൾ ആ ദരിദ്ര കർഷകന് മുന്നിൽ ദയനീയമായി തോറ്റുപോയിരിക്കുന്നു. യൂണിഫോമിനുള്ളിലെ പദവിയേക്കാൾ ഉയരത്തിലാണ് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനമെന്ന് അവൾക്ക് ബോധ്യമായി. സ്നേഹത്തെക്കാൾ വലുത് അന്തസ്സുണ്ടാക്കുക എന്നതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഒന്നും തിരുത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവോടെ അവൾ വിതുമ്പിക്കൊണ്ട് തൻ്റെ ജീപ്പിലേക്ക് നടന്നു. ജീപ്പ് ഗ്രാമത്തിന്റെ അതിർത്തി കടന്നു പോകുമ്പോൾ മീര ഗ്ലാസ്സിലൂടെ പിന്നിലേക്ക് നോക്കി. ദൂരത്ത് ആ പഴയ മൺകുടിൽ മാഞ്ഞു പോകുന്നത് അവൾ കണ്ടു. അവിടെ ആത്മാഭിമാനത്തിന്റെ കരുത്തിൽ ഒരു മനുഷ്യൻ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. വിജയങ്ങൾ എന്നത് വെറും പദവികളല്ലെന്നും സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത വിജയം വെറും ശൂന്യതയാണെന്നും മനസ്സിലാക്കി മേജർ മീര തൻ്റെ നഗരത്തിലെ വലിയ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അവളുടെ ഹൃദയം ആ മൺകുടിലിൽ തന്നെ തളച്ചിടപ്പെട്ടിരുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ താൻ എത്രത്തോളം ദരിദ്രയാണെന്ന് അവൾ ആ യാത്രയിൽ തിരിച്ചറിഞ്ഞു. മാധവൻ ജയിച്ചിരിക്കുന്നു, തൻ്റെ സ്നേഹം കൊണ്ടല്ല, മറിച്ച് താൻ കാത്തുസൂക്ഷിച്ച ആത്മാഭിമാനം കൊണ്ട്. നഗരത്തിലെ തൻ്റെ വലിയ ഔദ്യോഗിക വസതിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെയുള്ള ആഡംബരങ്ങളെല്ലാം അവളെ പരിഹസിക്കുന്നത് പോലെ തോന്നി. തോളിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് മാധവന്റെ വിണ്ടുകീറിയ കൈകളാണ്. ഓരോ സെല്യൂട്ട് സ്വീകരിക്കുമ്പോഴും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് മാധവന്റെ നിശബ്ദമായ വേദനകളായിരുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ താൻ എത്രത്തോളം തനിച്ചാണെന്ന് അവൾ ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. മീര തന്റെ ജീവിത ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ആഡംബര പാർട്ടികളിൽ നിന്നും അനാവശ്യമായ ആഘോഷങ്ങളിൽ നിന്നും അവൾ പിൻവാങ്ങി. തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അവൾ അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെച്ചു. പക്ഷേ ഇതൊന്നും അവളുടെ ഉള്ളിലെ കുറ്റബോധത്തെ ശമിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. മാധവൻ അവളിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത മീരയുടെ പ്രവൃത്തിക്ക് ഒരു പണവും പരിഹാരമാക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം മീരക്ക് വീണ്ടും ഗ്രാമത്തിൽ നിന്ന് ഒരു വാർത്തയെത്തി. മാധവൻ അസുഖബാധിതനായി കിടപ്പിലാണെന്നും അവനെ നോക്കാൻ ആരുമില്ലെന്നുമുള്ള വിവരമായിരുന്നു അത്. ഒരു നിമിഷം പോലും കളയാതെ മീര വീണ്ടും കർമ്മടി ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഇത്തവണ അവൾ പോയത് യൂണിഫോമിലല്ലായിരുന്നു. ഒരു സാധാരണ സാരി ധരിച്ച് ആ പഴയ ഗ്രാമീണ സ്ത്രീയായിട്ടായിരുന്നു അവൾ യാത്ര തിരിച്ചത്. അധികാരത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും അവൾ നഗരത്തിൽ ഉപേക്ഷിച്ചു. കുടിലിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച മീരയെ തകർത്തു കളഞ്ഞു. അവശനായി കിടക്കുന്ന മാധവൻ. അവൾ അവന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. മാധവൻ, ഇനിയെങ്കിലും എന്നെ തടയരുത്. നിന്നെ നോക്കാൻ എനിക്ക് ഒരു അവസരം തരണം. എനിക്ക് ഈ പദവികളൊന്നും വേണ്ട. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. മാധവൻ സാവധാനം കണ്ണുകൾ തുറന്നു. അവന്റെ നോട്ടത്തിൽ പഴയ ആ കാഠിന്യമില്ലായിരുന്നു. പകരം ഒരു വലിയ യാത്രക്ക് തയ്യാറെടുക്കുന്നവന്റെ ശാന്തതയായിരുന്നു. അവൻ അവളുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചു. മീര, നീ ഇപ്പോൾ വന്നത് ഒരു ഓഫീസറായിട്ടല്ല, എൻ്റെ പഴയ മീരയായിട്ടാണ്. അത് മതി എനിക്ക്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നീ ഒരു ഓഫീസറാകുക എന്നതായിരുന്നു. നീ അത് നേടിയെടുത്തു. പക്ഷേ ആ യാത്രയിൽ നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിഞ്ഞു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അന്ന് രാത്രി ആ മൺകുടിലിൽ മീര മാധവനെ ചായ ഇട്ടുകൊടുത്തു. പണ്ടവൻ അവൾക്കായി ചെയ്തതുപോലെ. അധികാരത്തിന്റെ അകമ്പടികളില്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം സ്നേഹമാണെന്ന് അവൾ ആ നിമിഷങ്ങളിൽ അനുഭവിച്ചറിഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ മീരയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ മാധവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവന്റെ മുഖത്ത് ഒരു വലിയ സംതൃപ്തിയുണ്ടായിരുന്നു.
താൻ സ്നേഹിച്ച പെണ്ണ് തിരിച്ചറിവിന്റെ വഴിയിലൂടെ പദവികളേക്കാൾ വലിയ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചെത്തി എന്ന സംതൃപ്തി. മാധവന്റെ മരണശേഷം മീര തന്റെ ജോലിയിൽ തുടർന്നു. പക്ഷേ അവൾ ഇന്ന് അറിയപ്പെടുന്നത് മേജർ മീര എന്നതിനേക്കാൾ ഉപരിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കരുണയുള്ള ഒരു ഉദ്യോഗസ്ഥയായിട്ടാണ്. അവൾ തന്റെ വീടിന്റെ ചുവരിൽ മാധവന്റെ ഒരു ചിത്രം വെച്ചു. അതിനു താഴെ അവൾ ഇങ്ങനെ എഴുതി: ഈ ലോകത്തെ ഏറ്റവും വലിയ പദവി സ്നേഹമാണ്, ഏറ്റവും വലിയ കരുത്ത് ആത്മാഭിമാനവുമാണ്. വർഷങ്ങൾക്ക് ശേഷം മീര വിരമിച്ചു. അവൾ തിരികെ പോയത് കർമ്മടി ഗ്രാമത്തിലെ ആ പഴയ മൺകുടിലേക്കായിരുന്നു. അവിടെ അവൾ ഗ്രാമത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം തുടങ്ങി. മാധവൻ അവൾക്ക് നൽകിയ ആ സ്വപ്നത്തിന്റെ വെളിച്ചം അവൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി. രാത്രികളിൽ കുടിലിന്റെ വരാന്തയിലിരുന്ന് നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അതിലൊന്ന് മാധവനാണെന്ന് അവൾ വിശ്വസിച്ചു. അധികാരത്തിന്റെ നക്ഷത്രങ്ങളെക്കാൾ തിളക്കം ആ സ്നേഹത്തിന്റെ നക്ഷത്രത്തിനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മീര തന്റെ ശിഷ്ടകാലം ആ ഗ്രാമത്തിൽ ചെലവഴിച്ചു. അധികാരവും പണവും നമ്മെ ഉന്നതിയിൽ എത്തിച്ചേക്കാം. പക്ഷേ നമ്മുടെ വേരുകളെയും നമ്മെ താങ്ങിയ കൈകളെയും മറന്നാൽ ആ വിജയത്തിന് യാതൊരു വിലയുമില്ല. യഥാർത്ഥ വിജയം എന്നത് പദവികൾ നേടുന്നതല്ല, മറിച്ച് ആ പദവികൾക്കിടയിലും സ്വന്തം മനുഷ്യത്വവും ആത്മാഭിമാനവും കാത്തു സൂക്ഷിക്കുന്നതിലാണ്.